പാലക്കാടിലെ ചുട്ടുപൊള്ളുന്ന ചൂടത്ത് നല്ല ചൂട് മാഗിയും നല്ല തണുത്ത സർബത്തും, ആഹാ എന്താ കോമ്പിനേഷൻ അല്ലേ. നമുക്കിന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ പിള്ളേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് മാഗി എടുത്തിട്ടുണ്ട്. വൈറൽ ഡിഷാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മാഗിനെ ഒന്ന് തിളപ്പിച്ചൂറ്റി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നാക്കിയിട്ടുണ്ട്. പിന്നെ പാൻ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഗാർലിക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില്ലി ഫ്ലെക്സ്, അതിന് ശേഷം നമ്മുടെ മാഗിയുടെ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ പാർസ്ലി എൻ്റെ കയ്യിൽ ഡ്രൈ ഉണ്ടായിരുന്നുള്ളൂ, ഫ്രഷ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കണം. തിളപ്പിച്ചൂറ്റിയ മാഗി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായി അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല കട്ടൻ ചായയാണ് വേണ്ടത്, പക്ഷെ നമുക്ക് ഈ ചൂടത്ത് കട്ടൻ ചായ നടക്കൂല. അപ്പോൾ നല്ല തണുത്ത സർബത്തും അതുപോലെ തന്നെ നല്ല ചൂടുള്ള മാഗിയും, വാട്ടെ കോംബോ. എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടോ എന്നുള്ളതൊന്നും. നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ സെറ്റാക്കി ഞാനും പിള്ളേരും കൂടി ഇരുന്ന് കഴിക്കാൻ കേട്ടോ. ഉമ്മാക്കുപ്പാക്കും പിന്നെ ഇതിനോട് വലിയ കമ്പം ഇല്ലാത്തത് കൊണ്ടും പനി ആയതുകൊണ്ടും കൂടെ നമ്മൾ അവർക്കൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയും ഇഷ്ടമായി തന്നെ ലൈക്ക് ചെയ്യുക.